നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും സംയുക്ത യോഗം ചേർന്നു. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. വാർത്തകൾ വിശദമായി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ചാലക്കുടി ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ബെന്നി ബഹനാൻ MP മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ലീന ഡേവിസ്, പരിസ്ഥിതി പ്രവർത്തകരായ SP രവി, മോഹൻദാസ് മാസ്റ്റർ, കുസുമം ടീച്ചർ, നേതാക്കളായ VO പൈലപ്പൻ, MT ഡേവിസ്, TA ആന്റോ, PK ഭാസി, ഷോൺ പെല്ലിശ്ശേരി, CG ബാലചന്ദ്രൻ, OS ചന്ദ്രൻ, LI അബ്ദുൽ മജീദ്, കലാകാരന്മാരായ കലാഭവൻ ജയൻ, മുരളി ചാലക്കുടി, ജോബി കലാഭവൻ എന്നിവർ പ്രസംഗിച്ചു. ഇടപെടൽ വേണം, സർക്കാരിന്റെ ഇടപെടൽ. ഈ ഫെബ്രുവരി 1 വെള്ളം നിറയ്ക്കണം എന്നുള്ള കരാർ തമിഴ്നാട് പാലിക്കാത്ത സമയത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അതാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ വളരെ കുറച്ച് വ്യവസ്ഥകളെ നമുക്ക് അനുകൂലമായിട്ടുള്ളൂ. വിരലിലുണ്ടാവുന്ന വ്യവസ്ഥകൾ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ, നമുക്ക് അനുകൂലമായ വ്യവസ്ഥ ഫെബ്രുവരി 1 ഒരു പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചാലക്കുടിയുടെ ജീവനാഡിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാശോന്മുഖമായി, അല്ലെങ്കിൽ ചാലക്കുടി പുഴ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. TMC വെള്ളം കേരളത്തിൽ അല്ല, നമ്മുടെ കേരള ഷോളയാറിൽ ഉണ്ടായിരിക്കണം. ആ കേരള ഷോളയാറിൽ 12.3 TMC വെള്ളം ഉണ്ടാകണമെങ്കിൽ 6 TMC വെള്ളം കേരളത്തിലെ ജലസ്രോതസ്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും സംയുക്ത യോഗം ചേർന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഘടക സ്ഥാപന മേധാവികൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ, അങ്കണവാടി പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മസേന പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. 15, 16 തീയതികളിൽ വാർഡ് തല ശുചിത്വ കമ്മിറ്റികളുടെ യോഗങ്ങൾ പൂർത്തീകരിക്കുന്നതിനും 19-ാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് തല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത, ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ത്രു, വൈസ് പ്രസിഡന്റ് KG രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോളോ ടയേഴ്സ് സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ ബോഡി യോഗവും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് സമ്മേളനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പോൾ, വൈസ് പ്രസിഡന്റ് ബിജോയ്, വർക്കിംഗ് പ്രസിഡന്റ് ആഞ്ചലോ പൊന്തോക്കൻ, വൈസ് പ്രസിഡന്റ് എൽസൺ കുഞ്ഞപ്പൻ, ഡയസ് മാളിയേക്കൽ, ഷിൻഡോ പഴയാറ്റിൽ, ഷെറിൻ പൗലോസ് എന്നിവർ നേതൃത്വം നൽകി.
കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് ഉണ്ണി പൊറോത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വാദ്യകലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ ശിവരാമൻ നായരുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, ഓടത്ത് രാമു, വിജിൽ മേനോൻ, വിനോദ് നന്ദിപുലം എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹം വിശ്രമമുറിയിൽ തുറന്നു വീണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം കൊടകര മേളകലാ സംഗീത സമിതി എല്ലാ വർഷവും. എന്നാലും അത് തോന്നിക്കുന്നില്ല. ഏതൊക്കെ മരുന്നുള്ളത് നിങ്ങൾ ചെറുപ്പം മുതൽക്കും ഒന്നിച്ച് നടന്നും. ഞാൻ 18 വയസ്സ് തൊട്ട് ശിവരാജൻ്റെ കൂടെ ഒന്നിച്ച് ഞാൻ കൊമ്പും അവർ കൊള്ളും. സമസ്യ പബ്ലിക്കേഷന്റെ 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. CK ബിനേഷ് എഡിറ്ററായ ആർത്ഥിക, സുമ രതീഷിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, ഗിരിജ ടീച്ചർ എഡിറ്ററായ ഓർമ്മ പൊയ്കയോരത്ത് എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഓടക്കുഴൽ അവാർഡ് ജേതാവായ P. സുരേന്ദ്രൻ തുഞ്ചന്റെ മണ്ണിൽ വെച്ച് പ്രകാശനം നടത്തി. 2024 സമസ്യ ലീപ് ഇയർ അവാർഡ് വേളൂർ ബിജു, ഹരി K. വാസുദേവൻ, വിവേക് മോഹൻ എന്നിവർക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പിള്ളി കാരികുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. പാടികൾക്കരികിൽ നിന്നാണ് പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത്. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. ഇവയുടെ കൂട്ടത്തോടെയുള്ള കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ പുലി ഇറങ്ങുന്നത് അറിയുന്നത്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാഡുകളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. കുട്ടികളും സ്ത്രീകളും ഭീതിയോടെയാണ് പുറത്തിറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. പ്രദേശത്ത് പുലിയുടെ ആക്രമണം പതിവായിട്ടും വനം വകുപ്പ് അധികൃതർ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. രാമൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് ദിവാകരൻ കളരിക്കൽ, സെക്രട്ടറി രഘു, ട്രഷറർ സുധ സേതുമാധവൻ, കമ്മിറ്റി അംഗങ്ങളായ ഷാജു പൂണൂലി പറമ്പിൽ, സുജിത്ത് ആനന്ദപുരത്തുകാരൻ, PC ബിനോയ്, ബിനി, രാമു തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടനാട് ആചാര്യ ശ്രീ മല്ലികാദേവിയാണ് യജ്ഞാചാര്യ. യജ്ഞം 19-ാം തീയതി സമാപിക്കും. ഭാഗവതാചാര്യ മല്ലികാദേവി, അവരുടെ കൂടെ വന്നിരിക്കുന്നത് ഭാഗവത യജ്ഞഹോതാവ് കുബേരൻ തിരുമേനി, നാഗഞ്ചേരി മന. രാപ്പാളിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. രാപ്പാൾ കരവട്ട് പ്രസാദിന്റെ പറമ്പിൽ നിന്നാണ് 12 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. കരിങ്കൽ ഭിത്തിക്കരികിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ സെന്റ് തോമസ് ദേവാലയത്തിൽ കാട്ടാന കയറി ഷെഡ് തകർത്തു. രാവിലെ 5:30 ദേവാലയ ശുശ്രൂഷി പള്ളിയിലേക്ക് എത്തിയപ്പോഴാണ് പള്ളിവളപ്പിൽ കാട്ടാനയെ കണ്ടത്. വാഹനം പാർക്ക് ചെയ്യുന്ന ഷെഡ് മറിച്ചിട്ട ശേഷം മുൻവശത്തെ തെങ്ങ് മറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒച്ച വെച്ചിട്ടും പോകാതായപ്പോൾ പ്രദേശവാസികളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. കുറച്ചു ദിവസങ്ങളായി ഈ ആന പള്ളിവളപ്പിലും പരിസരത്തും നാശം വിതയ്ക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6675 രൂപ, പവന് 53,400 രൂപ. സ്വർണ്ണശോഭയിൽ
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും സംയുക്ത യോഗം ചേർന്നു. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.